നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. ഇത് കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കേതിൽ ശ്രീ ദേവി ക്ഷേത്രം. കൊല്ലം ജില്ലയിൽ ചവറയ്ക്ക് സമീപം പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഇത്. മണികെട്ടമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 18 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ആദിപരാശക്തിയും മാതൃദൈവവുമായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കേതിൽ അമ്മ. കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജങ്കാറിലൂടെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ച് നൽകുന്ന മണി നാമജപത്തോടെ പ്രദക്ഷിണം ചെയ്ത് കെട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു വഴിപാടാണ്. മനസ്സിൽ എന്താഗ്രഹിച്ചുകൊണ്ട് മണി കെട്ടുന്നുവോ അത് നടക്കുമെന്നാണ് വിശ്വാസം. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഇവിടെ ഉത്സവം നടക്കാറുണ്ട്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ പങ്കെടുക്കാൻ അന്യ സംസ്ഥാനത്തു നിന്ന് പോലും ആളുകൾ എത്തിച്ചേരുന്നു. പ്രധാന വിഗ്രഹം കൂടാതെ ഗണപതി, ദുർഗാദേവി, യോഗീശ്വരൻ, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ തുടങ്ങി ഉപദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നു. ശത്രുദോഷത്തിനായി വെള്ളിയാഴ്ചകളിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി ഇവിടെ നടത്തുന്നുണ്ട്. വ്യക്തവും ചരിത്രപരവുമായ ഐതിഹ്യം നിലനിൽക്കുന്ന ദശാബ്ദങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെ ബന്ധമുള്ളതാണ്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിൻ്റെ ആദിമഹാരാജാവ് ചേരൻ ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കേതിലമ്മ. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയും നട തുറക്കും. എന്നും പൊങ്കാല നിവേദ്യം ദേവിക്ക് സമർപ്പിക്കാമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തിച്ചേരട്ടെ. അപ്പോൾ എല്ലാവരും ഒരു മടിയും കാണിക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക.